Welcome to BSc Complementary Physics class for BSc Main Chemistry and Mathematics students. Complementary Physics, Semester 2. And today we start a Unit 4 Entropy, Paper Thermal Physics. Semester 2 Complementary Physics, Entropy, class number 26. So the topic is entropy. Today we start entropy. The first question is define entropy. Entropy, the definition. And from our previous classes, there are four thermodynamical coordinates. There are four thermodynamical quantities, namely P, V, T, and S. P is the pressure, V is the volume, T is the temperature, and S is the entropy. And this entropy, it is not so familiar like P, V, and T. Entropy we study as a separate chapter. വാട്ട് ഈസ് എൻട്രോപ്പി? അപ്പം 4 തെർമോഡൈനാമിക്കൽ കോർഡിനേറ്റാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പ്രഷർ പി, രണ്ടാമത്തെ വോളിയം ബി, മൂന്നാമത്തെ ടെമ്പറേച്ചർ ടി, നാലാമത്താണ് എൻട്രോപ്പി. ഈ 4 ക്വാണ്ടിറ്റികളെ പി വി ടി എസിനെ വിളിക്കുന്ന പേരാണ് ഫോർ തെർമോഡൈനാമിക്കൽ കോർഡിനേറ്റ്സ്, ഫോർ തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് എന്ന് പറയും. അതിൽ എൻട്രോപ്പി എന്ന് പറയുന്ന ആ വേരിയബിൾ അതിവിടെ പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഡെഫിനിഷൻ: Entropy is defined as that thermal property which remains constant in an adiabatic process. Adiabatic processൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ തെർമൽ ക്വാണ്ടിറ്റി, തെർമൽ പ്രോപ്പർട്ടി, തെർമോഡൈനാമിക് കോർഡിനേറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് എൻട്രോപ്പി. Entropy is defined as that thermal property which remains constant in an adiabatic process. It is a physical quantity, though there is nothing physical to represent it. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദോ ദിയർ ഈസ് നത്തിങ് ഫിസിക്കൽ ടു റെപ്രസെൻ്റ് ഇറ്റ്. അതൊരു ഭൗതിക അളവാണ്, എന്നാൽ ഭൗതികമായിട്ടൊന്നും തന്നെ ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാറില്ല. ഉദാഹരണത്തിന് പ്രഷർ അളക്കാൻ നമുക്ക് ബാരോമീറ്റർ ഉണ്ട്, വോളിയം അളക്കാൻ മെഷറിംഗ് ജാറുണ്ട്, ടെമ്പറേച്ചർ അളക്കാൻ തെർമോമീറ്റർ ഉണ്ട്. പക്ഷേ എൻട്രോപ്പി നേരിട്ടളക്കാൻ അങ്ങനെ ഒരു ഉപകരണമില്ല, അല്ലെങ്കിൽ അത്തരം ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടില്ല. പ്രഷർ പോലെ, വോളിയം പോലെ, ടെമ്പറേച്ചർ പോലെ നേരിട്ട് അളക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല എൻട്രോപ്പി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് കനോട്ട് ബി ഫെൽറ്റ് ലൈക്ക് ടെമ്പറേച്ചർ ഓർ പ്രഷർ. ടെമ്പറേച്ചർ പോലെ, പ്രഷർ പോലെ നമുക്ക് അത് അനുഭവവേദ്യമാവില്ല, നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഇറ്റ് ഈസ് എ ഗോസ്റ്റ്ലി ക്വാണ്ടിറ്റി. അതൊരു ഗോസ്റ്റ്ലി ക്വാണ്ടിറ്റിയാണ്, ഗോസ്റ്റ് പോലെ. ഇപ്പോൾ ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറയും, ആരും പ്രത്യക്ഷത്തിൽ കാണാറില്ല എന്ന രീതിയിൽ എൻട്രോപ്പി ഉണ്ട്, പക്ഷെ നമുക്കൊരു പ്രത്യക്ഷാനുഭവം ഇല്ല. ടെമ്പറേച്ചർ പോലെ, ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ, അന്തരീക്ഷ ഊഷ്മാവ് കൂടിയാൽ നമുക്ക് ഫീൽ ചെയ്യും, മർദ്ദം കൂടിയാൽ നമുക്കത് ഫീൽ ചെയ്യും. കാരണം വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ BP കൂടുതലുള്ളവർ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറയും. കാരണം പ്രഷർ അവരെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ പ്രഷർ, ടെമ്പറേച്ചറൊക്കെ നമ്മളെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. എൻട്രോപ്പി പക്ഷെ അങ്ങനെ നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അതിനെ ഗോസ്റ്റ്ലി ക്വാണ്ടിറ്റി എന്ന് പറയും. എൻട്രോപ്പി ഈസ് എ ഗോസ്റ്റ്ലി ക്വാണ്ടിറ്റി. ഇനി എൻട്രോപ്പി ചേഞ്ച് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എൻട്രോപ്പി ചേഞ്ച്: ഇഫ് എ സിസ്റ്റം അബ്സോർബ്സ് ഹീറ്റ് ദർ ഈസ് ഗെയിൻ ഓഫ് എൻട്രോപ്പി. ഒരു സിസ്റ്റം, ഒരു ബോഡി, ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അവിടെ എൻട്രോപ്പി കൂടും. ആൻഡ് ഇഫ് എ സിസ്റ്റം ലൂസസ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദർ ഈസ് ലോസ് ഓഫ് എൻട്രോപ്പി. ഒരു വസ്തു ഹീറ്റ് ആഗിരണം ചെയ്താൽ, അബ്സോർബ് ചെയ്താൽ ആ വസ്തുവിന് ഗെയിൻ ഓഫ് എൻട്രോപ്പി ഉണ്ടാകും. അത് ഹീറ്റ് നഷ്ടപ്പെടുത്തിയാൽ ലോസ് ഓഫ് എൻട്രോപ്പി ആണ് ഉണ്ടാകുന്നത്. The concept of entropy is given by ds is dq by t. The change in entropy. The change in entropy is given by entropy മാറ്റം, എൻട്രോപ്പിയുടെ ചേഞ്ച് ds, അത് അളക്കുന്നത് dq by t എന്നാണ്. എൻട്രോപ്പിയുടെ സിമ്പലാണ് എസ്. ചേഞ്ച് ആകുമ്പോൾ നമ്മൾ ds എന്ന് പറയും. ds is dq by t, where dq is the quantity of heat rejected or absorbed at a constant temperature. ഒരു വസ്തു റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് dq ആണെങ്കിൽ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലെ ഹീറ്റ് dq ആണെങ്കിൽ, ചേഞ്ച് ഇൻ എൻട്രോപ്പി അളക്കുന്നത്
ds is dq by t എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ്. The change in entropy is given by ds is dq by t, where dq is the quantity of heat rejected or absorbed at a constant temperature T. അപ്പോൾ ഒരു വസ്തു ഹീറ്റ് ആഗിരണം ചെയ്താൽ അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് വിട്ടാൽ അവിടെ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഉണ്ട്. ആ ചേഞ്ച് ഇൻ എൻട്രോപ്പി അളക്കുന്നത് ds is dq by t എന്നുള്ള ഒരു ഫോർമുല വെച്ചിട്ടാണ്. അപ്പോൾ ക്യൂ അളക്കുന്നത് ജൂളിലാണ്, ടി അളക്കുന്നത് കെയിലാണ്. അപ്പോൾ ജൂൾ പെർ കെ J⁻⁻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 ⁻
raised to minus 1 is the unit of entropy, joule per Kelvin, or jk raised to minus 1. So total change in entropy. Change in entropy ആണ് സ്മോൾ ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ് ഡി എസ് ഈസ് ഇക്വൽ ടു ഡി ക്യൂ ബൈ ടി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി എസ് ഈസ് ഇൻ്റഗ്രൽ ഡി എസ്. ഇൻ്റഗ്രൽ ഡി എസ് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1 to 2, 1 state to 2 state ഡി ക്യൂ ബൈ ടി. അങ്ങനെയാണ് എൻട്രോപ്പി അളക്കുന്നത്. യൂണിറ്റ് ഓഫ് എൻട്രോപ്പി ഈസ് ജൂൾ പെർ കെ ഓർ ജെ കെ റേസ് ടു മൈനസ് 1. ഇത് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസറാണ് പഠിക്കാൻ പോകുന്നത്. ആ രണ്ട് ഷോർട്ട് ആൻസർ ഒരുമിച്ച് കണ്ടാൽ അത് ഒരു എസ് ആയിട്ട് കരുതാം. എസ് ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നമ്പർ 1, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സൽ പ്രോസസ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ സൈക്കിൾ ഓർ കാർനോട്ട് സൈക്കിൾ. യു നോ കാർനോട്ട് സൈക്കിൾ ഈസ് എ റിവേഴ്സിബിൾ സൈക്കിൾ. സോ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ്, or change in entropy in a Carnot cycle, or change in entropy in a reversible process. എങ്ങനെ ചോദിച്ചാലും ഒരേ ഉത്തരമാണ് ചേഞ്ച് എൻട്രോപ്പി. നമ്മൾ പറയാൻ പോകുന്നത് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ സൈക്കിൾ ഇസ് 0 എന്നാണ് പറയാൻ പോകുന്നത്. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ എ റിവേഴ്സിബിൾ സൈക്കിൾ ഈ 0 എന്ന് നമ്മൾ തെളിയിക്കും. എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഇതൊരു കാർനോട്ട് സൈക്കിൾ നമ്മൾ വരച്ചിരിക്കുകയാണ്. കാർനോട്ട് സൈക്കിൾ എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിൻ്റെ മുകളിലൊരു വര ഇട്ടിട്ടുണ്ട്, അത് വേണ്ട. എക്സ് ആക്സിന് പാരൽ പോലെ തോന്നുന്നൊരു വരയുണ്ട്, അതുകൊണ്ട് എക്സ് ആക്സിസ് നേരെ വരച്ചാൽ മതി. വൈ ആക്സിസ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു പി വി ഡയഗ്രാണ്. കാർനോട്ട് സൈക്കിൾ ഒരു പി വി ഡയഗ്രാണല്ലോ. അവിടെ എ ബി സി ഡി എ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് കർവാണ് ഉള്ളത്. രണ്ട് അഡിയബാറ്റിക്, രണ്ട് ഐസോതെർമൽ എ ബി സി ഡി അവ രണ്ടും ഐസോതെർമലാണ്. ബി സി ഡി എ രണ്ടും അഡിയബാറ്റിക്കാണ്. രണ്ട് ഐസോതെർമലും രണ്ട് അഡിയബാറ്റിക്കും കൂടിച്ചേർന്നതാണ് ഈ കാർനോട്ട് സൈക്കിൾ എന്ന് നമുക്കറിയാം. അപ്പോൾ കാർനോട്ട് സൈക്കിൾ ഒരു റിവേഴ്സിബിൾ സൈക്കിളാണ്. ഇത്തരം സൈക്കിളിൽ ഈ നെറ്റ് ചേഞ്ച് ഓഫ് എൻട്രോപ്പി 0 എന്ന് പറയുകയാണ്. കാർനോട്ട് സൈക്കിൾ ഒരു റിവേഴ്സിബിൾ സൈക്കിളാണ്. നെറ്റ് ചേഞ്ച് ഓഫ് എൻട്രോപ്പി 0 എന്ന് തെളിയിക്കാൻ പോവുകയാണ്. കാർനോട്ട് സൈക്കിൾ ഈസ് എ റിവേഴ്സിബിൾ സൈക്കിൾ. ഇൻ ദാറ്റ് സൈക്കിൾ, in Carnot cycle, the net change of entropy is 0. That we prove now. അപ്പോൾ കാർനോട്ട് സൈക്കിളിനെ പറ്റി നമ്മളൊരു പാരഗ്രാഫ്, ഒരു ചെറിയ പാരഗ്രാഫ് കൊടുക്കുകയാണ്. യു ലുക്ക് ഹിയർ. The best example of a reversible cycle is the Carnot cycle. ഒരു റിവേഴ്സിബിൾ സൈക്കിളിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കാർനോട്ട് സൈക്കിൾ. കൺസിഡർ a Carnot cycle working between a source at T1k and a sink at T2k. In the Carnot cycle, there are 2 adiabatics and 2 isothermals. അപ്പോൾ നോക്കുക, കൺസിഡർ എ Carnot cycle working between a source at T1k and a sink at T2k. In the Carnot cycle, there are 2 adiabatics and 2 isothermals. During the adiabatic process, there is net change of entropy, but during isothermal expansion, during adiabatic process, there is no change of entropy. There is no change of entropy. But during isothermal expansion, working substance absorbs heat Q1 at T1k from the source, and during isothermal compression, rejects a heat Q2 at T2k to the sink. പറയുന്നതാണ്. ഇപ്പോൾ ഈ കാർനോട്ട് സൈക്കിളിൽ 4 ഗ്രാഫാണുള്ളത്. 2 അഡിയബാറ്റിക്കും 2 ഐസോതെർമലും. ഈ അഡിയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി സ്ഥിരമായിട്ട് നിൽക്കും, അതുകൊണ്ട് അവിടെ ചേഞ്ച് ഇല്ല. അപ്പോൾ ചേഞ്ച് ഓഫ് എൻട്രോപ്പി സംഭവിക്കുന്നത് ഐസോതെർമൽ പ്രോസസ്സുകളിലാണ്. ഐസോതെർമൽ പ്രോസസ്സുകളിലാണ് ഈ ചേഞ്ച് ഓഫ് എൻട്രോപ്പി സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ഐസോതെർമൽ എക്സ്പാൻഷനിൽ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് Q1 ഹീറ്റ് അബ്സോർവ് ചെയ്യും T1k. സോഴ്സ് ടെമ്പറേച്ചർ T1k ആണ്.
അതുപോലെ ഈ ഐസോതെർമൽ കംപ്രഷനിൽ Q2 ഹീറ്റ് റിജക്റ്റ് ചെയ്യും T2 കെയിൽ സിങ്കിലേക്ക്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് രണ്ട് ഐസോതെർമൽ പ്രോസസ്സുകളിലാണ്. അപ്പം അത് ഓരോ ഹീറ്റ് ട്രാൻസ്ഫറും വെച്ച് നമ്മൾ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ. You look here, the gain of entropy of the system. ഇപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് ഹീറ്റ് Q1 അബ്സർവ് ചെയ്യുന്നത്. വർക്കിംഗ് സബ്സ്റ്റൻസ് തന്നെയാണ് ഹീറ്റ് പുറത്തേക്ക് കളയുന്നത്. സോ ഗെയിൻ ഓഫ് എൻട്രോപ്പി സിസ്റ്റം S1 is equal to Q1/T1. Q1/T1 എന്ന് വായിക്കുക. Q1/T1. കാരണം സോഴ്സിൽ നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ് Q1 ഹീറ്റ് അബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ ഹീറ്റ് അബ്സർവ് ചെയ്താൽ ഗെയിൻ ഓഫ് എൻട്രോപ്പി, ഹീറ്റ് നഷ്ടപ്പെടുത്തിയാൽ ലോസ് ഓഫ് എൻട്രോപ്പിയാണ്. അപ്പോൾ ഗെയിൻ ഓഫ് എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം S1 is Q1/T1. ലോസ് ഓഫ് എൻട്രോപ്പി S2 is Q2/T2. എൻട്രോപ്പി അളക്കുന്നത് DS ഈക്വൽ ടു dQ/T എന്നുള്ള ഫോമിലാണല്ലോ. സോ ഗെയിൻ ഓഫ് എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം S1 is Q1/T1. Q1 എന്ന് വായിക്കണം കേട്ടോ, Q1/T1. The loss of entropy of the system S2 is Q2/T2. Therefore, net gain of entropy of the system, net gain of entropy of the system dq, നമുക്ക് dq എന്ന് പറയാം. dq is equal to S1 minus S2, that is Q1/T1 minus Q2/T2. Q1/T1 minus Q2/T2 is equal to 0. Q1/T1 minus Q2/T2 is 0. എങ്ങനെയാണ് 0 തെളിയിക്കുന്നത്? You look at the calculation in the margin. For a Carnot cycle, Q2/Q1 is T2/T1. You cross multiply or you rearrange it. Q2/T2 is Q1/T1. That's the meaning. T2 നമുക്ക് ക്ലോസ് അറേഞ്ച് ചെയ്യുമ്പോഴേ ആ Q1 സ്ഥാനത്തിലാം, എന്നിട്ട് Q1 മുകളിൽ കൊണ്ടുപോവുക. അപ്പോൾ Q2/T2 is Q1/T1 ആണ്. അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് കാണുന്ന പോലെ ഒന്നിൽ നിന്ന് രണ്ടാമത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ DS ഈക്വൽ ടു S1 minus S2 is equal to Q1 minus T1 minus Q2/T2, which is 0. That is, change in entropy in a reversible cycle is 0. Change in entropy in a reversible cycle is 0. That's the question. In the examination, the question may be like this: show that the change in entropy in a reversible cycle is 0. എന്ന് പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. ചിലപ്പോൾ ചോദിക്കുക show that the total entropy S is a constant. Total entropy S is a constant in a reversible process. അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഒരു സ്റ്റെപ്പ് കൂടി കാണിക്കണം. Therefore, total entropy S is equal to integral ds. Entropy S ആണ്. Entropy S is integral ds is equal to integral 0 equal to constant. A constant. ഇനി നമ്മൾ പറയുന്നത് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഇവിടെ നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ഒരു നെറ്റ് ഗെയിൻ ഓഫ് എൻട്രോപ്പി ആണ് തെളിയിക്കാൻ പോകുന്നത്. നെറ്റ് ഗെയിൻ ഓഫ് എൻട്രോപ്പി ഉണ്ട് എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് നോക്കൂ. ചേഞ്ച് ഇൻ എൻട്രോപ്പി ഇൻ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. കണ്ടക്ഷൻ, റേഡിയേഷൻ എക്സെട്ര ആർ ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ എക്സാമ്പിളാണ് കണ്ടക്ഷൻ, റേഡിയേഷൻ മുതലായ പ്രോസസ്സുകൾ. അപ്പോൾ ഒരു കണ്ടക്ഷൻ പ്രോസസ്സ് നമ്മളിവിടെ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുകയാണ്. ഒരു ഹോട്ട് ബോഡിയുണ്ട് T1, ഒരു കോൾഡ് ബോഡിയുണ്ട് T2, ഒരു കണ്ടക്ടർ വഴി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ആരോ നോക്കുക. ഹോട്ട് ബോഡി T1K, കോൾഡ് ബോഡി at T2K, there is a conductor connected, heat travels. That you look. അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് Q ഹീറ്റ്, Q1 എന്ന് പറയത്തില്ല, Q ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന എല്ലാ ഹീറ്റും ആ കോൾഡ് ബോഡിയിലേക്ക് പോകും. അതുകൊണ്ട് Q ഹീറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ, Q1 ഹീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അപ്പുറത്ത് Q2 എന്ന് പറയാൻ പറ്റത്തില്ല. Q ഹീറ്റ് T1 കണ്ടക്ട് ചെയ്തിട്ട് അപ്പുറത്ത് T2 ടെമ്പറേച്ചർ ചെന്ന് ചേരുകയാണ്.
അപ്പോൾ എൻട്രോപ്പി നമുക്ക് കണക്കൂട്ടി നോക്കാം. അപ്പോൾ ഹീറ്റിൻ്റെ അളവ് Q എന്ന് വിചാരിക്കാവൂ. കാരണം കണ്ടക്ട് ചെയ്യുന്ന ഹീറ്റ്, ആ നഷ്ടപ്പെടുന്ന ഹീറ്റ് തന്നെയാണ് ഹോട്ട് ബോഡിക്ക് നഷ്ടപ്പെടുന്ന ഹീറ്റാണ് കോൾഡ് ബോഡിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് Q എന്നുള്ള സിമ്പിളാണ് ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി കൊടുക്കുന്നത്. Q1 എന്നോ Q2 എന്നോ പറയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. You look here. Consider a system consisting of two bodies, one at higher temperature T1K and other at lower temperature T2K. Consider a system containing, നമ്മളെ പടത്തിൽ കണ്ടതാണ്. Consider a system containing two bodies, consisting of two bodies, one at higher temperature T1K and other at lower temperature T2K. Suppose heat is transferred from a hot body to cold body by conduction or radiation. Conduction അല്ലെങ്കിൽ റേഡിയേഷൻ മുഖാന്തരം ഹീറ്റ് ട്രാൻസ്ഫർ നടന്നതായിട്ട് വിചാരിക്കുക. ലെറ്റ് Q ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ്. Q ആണ് കേട്ടോ, Q1 എന്ന് പറയുന്നത്. Q ബി ദ ഹീറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ ഹീറ്റ് പുറത്തേക്ക് പോയാൽ ലോസ് ഓഫ് എൻട്രോപ്പി, ഹീറ്റ് കിട്ടിയാൽ ഗെയിൻ ഓഫ് എൻട്രോപ്പി. ഇപ്പോൾ ഹോട്ട് ബോഡിക്ക് ലോസ് ഓഫ് എൻട്രോപ്പിയാണ്, കോൾഡ് ബോഡിക്ക് ഗെയിൻ ഓഫ് എൻട്രോപ്പിയാണ്. ലോസ് ഓഫ് എൻട്രോപ്പി ഓഫ് ദി ഹോട്ട് ബോഡി S1. S1 is Q by T1. കേട്ടോ, Q by T1 എന്നാണ്, Q1 ഒന്നുമില്ല, Q by T1. അതിൻ്റെ ഫോർമുല സിൻസ് ds is dq by t, അത് അപ്ലൈ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ്, സിമിലർലി ഗെയിൻ ഓഫ് എൻട്രോപ്പി ഓഫ് കോൾഡ് ബോഡി S2 Q by T2. therefore നെറ്റ് ഗെയിൻ ഓഫ് എൻട്രോപ്പി, നെറ്റ് ഗെയിൻ ഓഫ് എൻട്രോപ്പി. ഇപ്പം രണ്ടാമത്തോളം ഗെയിൻ, ഇപ്പം നെറ്റ് ഗെയിൻ, എത്ര ലാഭമുണ്ടായി, നെറ്റ് ഗെയിൻ ഓഫ് എൻട്രോപ്പി ds S2 minus S1 Q by T2 minus Q by T1. അങ്ങനെ നമുക്ക് എഴുതാം. ആ Q ഒരു കോമൺ ഫാക്ടറായിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കും. അപ്പോൾ കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ds is Q into 1 by T2 minus 1 by T1. വാട്ട് T2 ലെസ് ദാൻ T1? കാരണം T1 ഹോട്ട് ബോഡിയുടെ ടെമ്പറേച്ചറും T2 കോൾഡ് ബോഡിയുടെ ടെമ്പറേച്ചറുമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ T2 ലെസ് ദാൻ T1 ആയിരിക്കും. ബ്രാക്കറ്റിനകത്തുള്ള റെസിപ്രോക്കൽ ടൈം 1 by T2 minus 1 by T1 അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. T2 ലെസ് ദാൻ T1 ആണെങ്കിൽ 1 by T2 ഗ്രേറ്റർ ദാൻ 1 by T1 ആണ്. സോ 1 by T2 minus 1 by T1 മസ്റ്റ് ബി എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. A quantity greater 0. Therefore, we write ds is equal to a positive quantity. അത് മനസ്സിലായല്ലോ. T2 ലെസ് ദാൻ T1 ആണ്. അപ്പോൾ 1 by T2 ഗ്രേറ്റർ ദാൻ 1 by T1 ആയിരിക്കും. അപ്പോൾ 1 by T2 മൈനസ് 1 by T1 ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ എഴുതാം ds ഈക്വൽ ടു എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. Therefore there is a net gain of entropy in an irreversible process. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. റിവേഴ്സൽ പ്രോസസ്സിൽ the net gain of entropy is 0. In an irreversible process there is a net gain of entropy. So there is no change in entropy in a reversible process, but in an irreversible process there is a net gain of entropy. 2 points we have studied, and these two are combined for a question like this. This is an university question, important question, essay type question, 15 mark question. വളരെ കുറച്ച് എഴുതാനുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ എൻട്രോപ്പി, ആദ്യ ഭാഗം. ഡിഫൈൻ എൻട്രോപ്പി, show that 1 change in entropy in a reversible cycle is 0. 2 there is a net gain of entropy in an irreversible cycle. I shall read the question once again. Define entropy, show that 1 change in entropy in a reversible cycle is 0. 2 there is a net gain of entropy in an irreversible cycle. That's a question, important question, and this can be asked as an essay, or one part 1 or part 2 can be asked as short answer questions. That is all with your 26th lecture on thermal physics. Thank you very much.